ഗൈസ്, നമ്മൾ പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോ സീസണിൽ കാണിക്കുന്ന മണ്ടത്തരങ്ങളും ഒക്കെ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മൾ നിരന്തരമായിട്ട് ഡിസ്കസ് ചെയ്യാത്തത് ഇപ്പം ഫാൻസിൻ്റെ ഇടയിൽ പോലും പ്രതിഷേധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. യെസ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വുമൺസ് ടീമിനെ പിരിച്ചുവിടുക എന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതാണ് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഒരിക്കൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വുമൺസ് ടീം ഉണ്ടായിരുന്നു. KWL മാത്രമാണ് ഒരു പ്രധാനമായിട്ടും ഈ ഒരു ടീം കളിച്ചിരുന്നത്. എന്നാൽ ഒരു സീസണിന് ശേഷം അത് പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്ക് വന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഒരു കാലയളവൊക്കെ പറഞ്ഞിരുന്നു തിരിച്ചു വരും. ഇപ്പം എന്തോ സാമ്പത്തിക പ്രതിസന്ധി, മറ്റേ BFC വാക്കൗട്ടിന് ശേഷമുള്ള എന്തൊക്കെ സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഡിസ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. പക്ഷേ അതിനുശേഷം ഇതിനെപ്പറ്റിയിട്ടുള്ള യാതൊരു അറിവുമില്ലാത്ത സാഹചര്യത്തിലാണുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കാറുള്ളതാണ്. ഇപ്പം നമ്മുടെ ചാനലിൽ പോലും നിരന്തരം ഈ ഒരു കാര്യം സംസാരിക്കുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഇനി ഇടയ്ക്ക് ഈ ഒരു റിമൈൻഡർ എങ്കിലും പോലെ ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആരാധകർക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകണം. അവർക്ക് ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല വുമൺസ് ടീം. അതിൻ്റെ ഒരു പ്രധാന കാര്യമായിട്ട് ഇപ്പം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആദ്യം മെൻസ് ടീം ഒന്ന് നന്നാവട്ടെ എന്നിട്ടല്ലേ വുമൺസ് ടീം എന്ന് പറയുന്നത്. ആ പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ്. ഇപ്പം പല ക്ലബ്ബുകൾ എടുക്കാം. ഇപ്പം ഇന്ത്യയിൽ സക്സസ് ആയിട്ടുള്ള വുമൺസ് ടീം, ഇപ്പോൾ ഒഡീഷ FC നടന്ന രോഹിത് ശർമ്മയാണെങ്കിലും അല്ലെങ്കിൽ ഗോകുലം കേരള FC, അവരും വുമൺസ് ടീമിൽ സക്സസ് ആയിട്ടുള്ള AFC ലെവലിൽ കോമ്പറ്റ് ചെയ്തിട്ടുള്ള ടീമാണ്. ഈസ്റ്റ് ബംഗാൾ നിലവിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ചാമ്പ്യൻസ് ഒക്കെ ആയിട്ടുള്ള ടീമാണ്. അപ്പം ഇവരൊക്കെ അവരുടെ മെൻസ് ടീമിനോ അല്ലെങ്കിൽ അവർ മൊത്തത്തിലൊരു പ്രോഫിറ്റബിൾ സിറ്റുവേഷനിലായിട്ടാണോ ഈ പറഞ്ഞ വുമൺസ് ടീമും കൊണ്ടുപോയി അതിലൊരു സക്സസ് കണ്ടെത്തുന്നത്? അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ പോലെ ISL ഏറ്റവും സ്പോൺസർഷിപ്പ് എമൗണ്ട് കിട്ടുന്ന, ഏറ്റവും ഹ്യൂജ് ഫാൻ ബേസ് ഉള്ള, ടിക്കറ്റ് റവന്യൂ ഒക്കെ അത്യാവശ്യമുള്ള ഒരു ടീമിന് ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിൽ നിന്ന് പ്രത്യേകിച്ച് ഗുണമില്ലാത്തത് കൊണ്ട്, സാമ്പത്തികമില്ലാത്തത് കൊണ്ട് എന്ന് പറയുന്നത് യാതൊരു വിധത്തിലൊരു ലോജിക്കും ഇല്ലാത്തൊരു കാര്യമാണ്. 2022-23 സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് KWL കളിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിരുന്നു. രണ്ടാമതെത്തിയിരുന്ന ഫൈനൽ കളിക്കാമായിരുന്നു. സെയിം പോയിന്റ് ആയിരുന്നു ലോർഡ്സ് FA ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗോൾ ഡിഫറൻസിൻ്റെയോ ഒക്കെ കാര്യത്തിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഫൈനൽസ് കളിക്കാൻ പറ്റാതെ പോയത്. അതും ഒരു പറ്റം യങ്സ്റ്റേഴ്സിനെ കൊണ്ടിട്ടാണ് ആ ടീം, ഷെരീഫ് കോച്ച് എന്ന് പറയുന്നൊരു കോച്ച് മുന്നോട്ട് നയിച്ചത് എന്നുള്ളതാണ്. അപ്പം പല ടീമുകളിലും വിദേശ താരങ്ങളൊക്കെ അടക്കമുണ്ടായിരുന്ന സ്ഥാനത്താണ് പറഞ്ഞ യങ്സ്റ്റേഴ്സും വളരെ കുറച്ച് ഒരു നാഷണൽ ടീം പ്ലെയറൊക്കെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് വന്നിട്ടുള്ള ഇപ്പോൾ മാളവികയാണെങ്കിലും, നിധിയാണെങ്കിലും, നിസരിയാണെങ്കിലും ഇങ്ങനത്തെ താരങ്ങളൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ച് പിന്നീട് അവർക്കൊക്കെ വേറെ ക്ലബ്ബുകളൊക്കെ കിട്ടി. അപ്പം ആ ഒരു തരത്തിലേക്ക് ഉയർന്നു വരും എന്നുള്ളത് ഉറപ്പായിട്ടും ആ ഒരു വുമൺസ് ടീമിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, ഒരു ക്ലബ്ബ്, ഒരു ഓണേഴ്സ് നടത്തുന്ന ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പൈസ വെച്ചിട്ട് അവർ കുടുംബം പോറ്റാമെന്നുള്ള രീതിയിലല്ല. ഈ പറഞ്ഞ പോലെ ഒരു സ്പോർട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഒരു വാർക്ക് അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് ഉയർത്തുക എന്നൊക്കെ പറയുന്ന ഒരു ലക്ഷ്യത്തിലാണ് എന്നുള്ളത്. അപ്പോൾ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ആരാധക വൃന്ദമുള്ള വ്യക്തികളെന്ന നിലയ്ക്ക് തന്നെ പറയുമ്പോഴത്തേക്കും അതിനോടൊപ്പമൊക്കെ ചേർത്ത് വെക്കാവുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതിൻ്റെ ഒരു 30% വുമൺസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഗേൾസ്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ സ്റ്റേഡിയത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും എത്രയോ ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്, പെൺകുട്ടികളൊക്കെയാണ് കളി കാണാൻ വരുന്നത്. അപ്പം അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ഉണ്ടാകുക അല്ലെങ്കിൽ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ടീം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതല്ല, ഫുട്ബോൾ ആസ്പയർ ചെയ്യുന്ന ഒരു യങ്സ്റ്റർ, ഒരു ഗേളായിട്ടുള്ള ഒരു കുട്ടി, അപ്പം അവർക്കൊക്കെ പ്രചോദനമാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഒരു ഫ്യൂച്ചർ ലക്ഷ്യം അവിടെ കളിക്കുക, അങ്ങനത്തെയൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇങ്ങനത്തെ ഒരു ക്ലബ്ബ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോലും. ഇപ്പം ചിലവർക്കെങ്കിലും ഇനിയും പറയാം, അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏത് അവസ്ഥയിലും നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ സംസാരിക്കുന്നത്. അപ്പം വുമൺസ് ടീം വന്നിട്ട് തോറ്റുപോയാൽ അതിൽ നെഗറ്റീവ് പറയേണ്ടി വരത്തില്ലേ? എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടാക്കാനുള്ള ഒരു വകുപ്പ് അവരുണ്ടാക്കി തരണ്ടേ? എന്താണെങ്കിലും പറഞ്ഞതുപോലെ ഒരു വുമൺസ് ടീം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ ആരാധകർ കൺസേൺ ആയിരിക്കണം. ഉണ്ടാകുക എന്ന് പറയുന്നൊരു ആവശ്യം നിരന്തരം
ഉന്നയിക്കപ്പെടണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. ഇനി കുറച്ച് നാളുകൾക്ക് ശേഷം ചിലപ്പം ഇതേ കണ്ടന്റുമായിട്ട് ഞാൻ വീണ്ടും സംസാരിച്ചേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കണക്കാക്കിക്കൊണ്ടാണ്. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ വാല്യൂ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്, പക്ഷേ സ്വന്തമായിട്ട് ഇതേവരെ ഒരു അസറ്റ് പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ പറഞ്ഞ ഒരു ഹ്യൂജ് ഫാൻ ബേസ്, അതിൻ്റെ വില മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അതല്ലാണ്ട് യാതൊരു വിധത്തിലുള്ളൊരു വാല്യൂ ഇല്ല. അതിൻ്റെ പേരിലാണ് അവർക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം വിഷൻ ഇല്ലാത്ത ഒരു ക്ലബ് ഓണേഴ്സ്, അതുകൊണ്ടാണ് പറഞ്ഞിട്ട് ഒരു പല കാര്യങ്ങളിലും വിമർശിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ വുമൻസ് ടീമിൻ്റെ കാര്യത്തിലും വിമർശിക്കേണ്ടി വരുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു റിമൈൻഡർ എന്ന നിലയ്ക്ക് നിങ്ങളിലേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെയും സോഷ്യൽ മീഡിയകളിലൊക്കെ പങ്കുവെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും എഴുതുക. അപ്പോൾ മറ്റൊരു കാണിക്കും ഞാൻ സനിയ.